നേരിട്ട് നമ്മൾ അനുഭവിച്ചു. ജീവിതത്തിൽ മാറ്റം സാധ്യമാണോ, അല്ലെങ്കിൽ ലൈഫിൽ എല്ലാ കുരുക്കുകളും വഹിക്കുവാൻ സാധ്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് സംസാരിച്ച് ഒത്തിരി ആളുകൾക്ക് സന്തോഷം പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ച്. ആദ്യം ആരാ സംസാരിക്കുന്നത്? ഇന്നലെ എറണാകുളത്ത് പങ്കെടുത്ത ഫസ്റ്റ് ആരാ സംസാരിക്കുന്നത്? ഹലോ, പേരെന്തായിരുന്നു? ഞാൻ ആരിഫ. സംസാരിക്കും. ഇന്നലെ EFT പങ്കെടുക്കാൻ വളരെ ഒരുപാട് ആഗ്രഹമായിരുന്നു. വരാൻ പറ്റുമെന്ന് കരുതിയതല്ല, പക്ഷെ ആഗ്രഹം കൊണ്ട് ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് സത്യം. അത് എത്തിച്ചേരാൻ പറ്റില്ലെങ്കിൽ അത് ലൈഫിലെ വലിയൊരു നഷ്ടമായേനെ. എനിക്ക് സാധാരണ മുട്ടുവേദന ഉണ്ടായിരുന്നു. മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഒരു 8-9 വർഷമായിട്ടുള്ളതാണ്. ഇന്നലെ അവിടെ വെച്ച് അതിന് നോക്കിയപ്പോ ഒരു ചെറിയൊരു സമാധാനം ആ ക്ലാസ്സിൽ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് അധികം ഇരിക്കാൻ പറ്റില്ല. ഇരുന്നാലാണ് മുട്ടിൽ നീര് വരും, ഭയങ്കര അസഹ്യമായ വേദനയാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ അവിടെ ഒരു 7 മണിക്കൂർ ഇരുന്നു. അവിടെ ഇവിടുന്ന് ഞങ്ങൾ തൃശ്ശൂര് ചാവക്കാടിനടുത്താണ്. ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 6 മണിക്കൂർ. ഇന്നലെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്റെ കാലിന് യാതൊരു കുഴപ്പമില്ല. ഒരു 90% എന്റെ കാലിന്റെ വേദന മാറി. 90%. സാധാരണ അത്ര ഇരുന്നാലും നീര് വരാറുണ്ട് കാലിന്. ഞാൻ വീട്ടിൽ വന്ന് കുറെ നോക്കി കാലിന് നീരോ ഒന്നുമില്ല, ഭയങ്കര റിലാക്സ്. വിശ്വസിക്കാൻ പറ്റണില്ല സത്യം പറഞ്ഞാല്. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ. ചെറിയൊരു കുറവ് മാറ്റം വരും. അപ്പൊ ഇതിന്ന് ഞാൻ മനസ്സിലാക്കി 100% അല്ല, 101% ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇത് മാറും എന്നുള്ളത് മനസ്സിലാക്കി. അത് മാത്രല്ല, മനസമാധാനം, അതാണല്ലോ നമുക്ക് മെയിൻ. അതും എന്താ പറയാ, ഒരു വല്ലാത്ത ക്ലാസ് ആയിരുന്നു. 7 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് നമുക്ക് 1 മണിക്കൂർ ഇരുന്നൊരു ഫീലിംഗ് ഇല്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്റെ മോളും കൊച്ചുമക്കളും ഒക്കെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്ലാസ് കൂടാൻ കഴിഞ്ഞത് തന്നെ എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുക സാറേ. ഞാൻ ഹാപ്പി പാർക്കിനും എന്റെ സാരഥികൾക്കും സാറിനും നന്ദി. ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ഒരുപാട് നന്ദി. വളരെ വളരെ പറയാൻ വാക്കുകളില്ല. ഓക്കെ. ഏകദേശം ഒരു 9:30 മണി മുതൽ ഒരു 5:30 വരെ നമ്മൾ അവിടെ ഇരുന്നു അല്ലേ? ശരി, ഇനി അടുത്ത സംസാരിക്കുന്നത്. വളരെ സന്തോഷം. ആരിഫയും മക്കളൊക്കെ വന്നിരുന്നു, മോളൊക്കെ അവിടെ സംസാരിച്ചു. അടുത്ത ആളാണ് സംസാരിക്കുന്നത്. വളരെ സന്തോഷം. ഒരുപാട് ആൾക്ക് പ്രതീക്ഷയാണ്, കാരണം ലൈഫിൽ മാറ്റം സാധ്യമാണ്. നെക്സ്റ്റ് ആരായിരുന്നു? സാറേ, ഞാൻ വന്നിരുന്നു. പറയൂ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒത്തിരി ഡെയിലി നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒത്തിരി ഗുണം ചെയ്യും. ഒത്തിരി നമുക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ഒത്തിരി ഈ അറിവുകൾ കിട്ടുമ്പോൾ നമുക്കത് ഒത്തിരി പ്രയോജനപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അതൊരു വലിയൊരു നഷ്ടം തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ EFT ഒത്തിരി നല്ല ഒരു അഫർമേഷൻസും സാറിന്റെ ഞങ്ങൾക്ക് പകർന്നു തന്ന അറിവുകളൊക്കെ ഒത്തിരി എനിക്ക് ഏറെ പ്രയോജനപ്പെട്ടു. ക്ലാസ് ഒത്തിരി നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, വളരെ വളരെ സന്തോഷം. ഏതായാലും ഹാജറ ഒരു 2-3 EFT ഒക്കെ ചെയ്തില്ലേ? എത്രാമത്തെ EFT ആയിരുന്നു ഇന്നലെ? 3ാമത്തെ. വളരെ സന്തോഷം. 3 വ്യത്യസ്തമായി അനുഭവപ്പെട്ടില്ലേ? അനുഭവപ്പെട്ടു. ശരി, അടുത്ത ആരാ സംസാരിക്കുന്നത്? ലൈല സംസാരിച്ചു തുടങ്ങിയിരുന്നു. സംസാരിച്ചോളൂ. അടുത്തതാരായിരുന്നു സംസാരിക്കുന്നത്? മൈക്ക് ഓണാക്കി സംസാരിക്കും. ഞാൻ കടയിൽ ആളുണ്ട്, ഞാൻ സംസാരിച്ചോളാം. സംസാരിക്കട്ടെ. പറയൂ. എനിക്ക് ഒരുപാട് ഒരാൾ സംസാരിക്കൂ. ലൈല ഷോപ്പിലെ ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരായിരുന്നു? സരിത സംസാരിച്ചു. പിന്നെ ഞാൻ കൊല്ലത്തുനിന്നായിരുന്നു വന്നത്. എനിക്ക് ശരീരം മൊത്തം വേദനയായിരുന്നു സാറേ. ഇന്നലെ നമ്മള് 9:30 തൊട്ട് ക്ലാസ് തുടങ്ങി. ഇങ്ങനെ ഒരു 9:45 വന്നപ്പം 5 മണി വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ എന്താ പറയണ്ടേന്ന് അറിയില്ല. വേദന കുറച്ച് അന്നേരം കുറഞ്ഞായിരുന്നു. പക്ഷെ
പിന്നീട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് 3 മണിക്കൂർ വേണമായിരുന്നു വീട്ടിൽ വരാനും. അതെല്ലാം ആ യാത്രയെല്ലാം ചെയ്തിട്ടും ആ വേദന ഒന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല. വേദനയുണ്ടെന്ന് പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കൊരു മാറ്റമായിരുന്നു വന്നത്. മറ്റേത് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണവും പിറ്റേന്ന് എനിക്ക് എണീക്കാനൊന്നും പറ്റില്ല. ഇന്ന് നല്ല എനർജി ആയിട്ട് എനിക്ക് എണീക്കാൻ പറ്റി. എല്ലാ കാര്യങ്ങളും ട്രഷറിന്റെ വർക്കും എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് എനർജി ഉണ്ട് സാറേ. ഒരുപാട് നന്ദി സാറേ. സാറിന് എല്ലാ ആയിരാരോഗ്യങ്ങളും എല്ലാം ഉണ്ടാകട്ടെ. ഹാപ്പി ബർത്ത്ഡേ എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ സാറേ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. വളരെ 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 സന്തോഷം. നിങ്ങൾ ട്രഷറിലുണ്ടല്ലേ? ട്രഷറിന്റെ പിന്നെ നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കണ്ട. ഉണ്ട് Definitely, സാറേ. life will be totally changed. Okay. താങ്ക് യു സാർ. താങ്ക് യു. Okay. താങ്ക് യു സർ. താങ്ക് യു. സംസാരിക്കും. ഹലോ പറയൂ. കേൾക്കാം. സാർ കേൾക്കാം. സാറേ ഞാൻ സിന്ധു കോട്ടയം. സാറ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, വ്യക്തമായി കേൾക്കാം. സംസാരിച്ചോളൂ. സാറേ ഞാൻ ഇന്നലെ അവിടെ ഒരുപാട് സങ്കടത്തോടെയാണ് ഞാൻ അവിടെ വരുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ പോരുമ്പോൾ ഞാൻ ഓർത്ത് രാത്രി മുഴുവനും ഉറക്കളച്ചിരുന്നിട്ട് രാവിലെ ഒരു ഫുള്ള് രാത്രി ഉറക്കളച്ചിരുന്നിട്ട് ഞാൻ അവിടെ വന്നിരുന്ന് ഉറങ്ങിപ്പോവോ എന്നൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങുമോ എന്നൊക്കെ ഒരു വിഷമത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്. പക്ഷേങ്കിൽ ക്ലാസ് തുടങ്ങി അത് തീരുന്ന ആ സമയം വരെ എനിക്ക് അങ്ങനെ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞാനത് ഫുള്ള് അവിടെ ഇരുന്ന് കേൾക്കുകയും അത് ആസ്വദിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് വളരെ സമാധാനം എൻ്റെ മനസ്സിന് തോന്നി. അപ്പം അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം സാറേ. വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്കത് ഇന്നലെ എന്തായിരുന്നെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഒരു സംഭവത്തിൽ ഞാൻ വന്ന് ചേർന്നതിനകത്ത് എനിക്ക് ഒരുപാട് നന്ദി സാറിനോടുണ്ട്. ഇനിയും ഞാൻ അതിൽ ശ്രദ്ധയോടെ പോവുകയാണ്. എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ആവും എന്ന് എനിക്കൊരു സമാധാനമുണ്ട്. താങ്ക് യു സാർ. ഓക്കെ. വളരെ വളരെ സന്തോഷം. ഒത്തിരി എല്ലാവരും ഇത് പങ്കെടുക്കേണ്ടതല്ലേ സിന്ധു? ലോകത്ത് മുഴുവൻ ആൾക്കും കിട്ടേണ്ടതല്ലേ ഇത്? സ്വർണോ? അതെ സാറേ. പക്ഷെ ആർക്കും അത് ഓരോരുത്തരും എനിക്കാണെങ്കിലും എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തെളിയിച്ച് കാണിച്ചു കൊടുത്തു വേണം സാറേ ഈ ഇതിലോട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് വരാനായിട്ട്. എൻ്റെ കൂടെ എൻ്റെ സഹോദരനാ വന്നേ. അപ്പൊ എന്നോട് എപ്പോഴും ചോദിക്കും, നിനക്ക് എന്നാ ഇങ്ങനെയൊക്കെ തോന്നാൻ കാര്യം എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ കാര്യമൊക്കെ നിനക്കറിയത്തില്ലേ, അപ്പൊ ഞാൻ ഇതിൽ കൂടി വന്നിട്ട് എൻ്റെ മനസ്സൊന്ന് ശരിയാകണം, അതാണ് എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ശരിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ ആരും അതൊന്നും വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഒരു 3-4 മാസമായി സാറേ ഈ ക്ലാസ്സിന് വരാൻ, ഈ മെഡിറ്റേഷന് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ന് വരെ ഒന്നിനും എനിക്ക് ഒരുപാട് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നതിനകത്തൊന്നും ഈ കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് എൻ്റെ ഒരു ദിവസം ഞാൻ മാറത്തുള്ളൂ, എത്ര താമസിച്ചാലും. ഇന്നലെ എൻ്റെ സഹോദരനും ഭയങ്കര സന്തോഷമായിപ്പോയി ഞാൻ ഇങ്ങനെയൊക്കെ വന്നതിലും. എൻ്റെ കൂടെ വരാൻ വേറെ ആരും ഇല്ല, അവനെ ഉള്ളായിരുന്നു. അങ്ങനെ അവൻ എൻ്റെ കൂടെ വന്ന് എനിക്ക് വേണ്ടി അവിടെ വെളിയിൽ കാത്തു നിന്ന് അവന് വലിയ സന്തോഷമായി. ഞാനിങ്ങനെ പുറത്തിറങ്ങി വന്ന് എല്ലാവരുടെയും കൂടെ നിന്നതിനകത്തൊക്കെ ഒത്തിരി സന്തോഷം എൻ്റെ സഹോദരനും തോന്നി എന്നോട്. സഹോദരൻ പുറത്തായിരുന്നു, അകത്ത് കയറിയില്ല? ഇല്ല, പുള്ളി വേറെ ഒരു വഴിക്ക് പോണായിരുന്നു. അതിനൊക്കെ പോയിട്ട് വന്ന് പുള്ളി വെളിയിലുണ്ടായിരുന്നു. അങ്ങനെ വലിയ സന്തോഷം സാറേ. താങ്ക് യു. സന്തോഷം. അടുത്ത പ്രോഗ്രാമിന് പുള്ളിയെയും കൂടി അകത്ത് കയറ്റണം കേട്ടാ. ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. ശരി. വളരെ സന്തോഷം. അടുത്താരാ സംസാരിക്കുന്നത്? അടുത്താരാണ്? മൈക്കോണാക്കി സംസാരിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വന്നിരുന്നില്ല ഇവിടെ EFTക്ക്. എനിക്ക് വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു ഓഫീസിലോട്ട്. അടുത്ത EFTയിൽ എന്തായാലും ഞാൻ വരും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്റെ മനസ്സിൽ സന്തോഷം, എന്റെ വീട്ടിൽ വന്ന മാറ്റവും എന്റെ ഭർത്താവിനുണ്ടായ മാറ്റവും സാർ എന്നോട് പറഞ്ഞിരുന്നു തീർച്ചയായും മാറി വരുമെന്ന്. അപ്പൊ ഞാൻ മുതല് ഭർത്താവ് എല്ലാത്തിലും നെഗറ്റീവ് ആയിരുന്നാലും ഇപ്പൊ എന്നോട് സംസാരിക്കുന്നു പോസിറ്റീവ് ആയിട്ട് സ്നേഹത്തോടും കൂടിയാണ്. ആളെ എക്സിബിഷന് പോയിരിക്കുകയാണ് മധുരയില്. അവിടെ തന്നെ ഒരിക്കൽ പോലെ വിളിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന ആള് എന്നെ വിളിച്ചു,
എന്താ ചെയ്യുന്ന, ഫുഡ് കഴിച്ചോ, മക്കൾ എന്ത് പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സാറ് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഇന്നലെ ഞാൻ EFT കൂടി വന്നിരുന്നെങ്കിൽ എന്റെ ഫാമിലിക്ക് അത് എത്രയോ വലിയൊരു നേട്ടമായിരുന്നു. പക്ഷെ എന്റെ സാമ്പത്തിക അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. അടുത്ത EFT എവിടെയാണെങ്കിലും ഞാൻ വന്നിരിക്കും, അറ്റൻഡ് ചെയ്തിരിക്കും സാർ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണമായിരിക്കും എന്റെ വീട്ടിൽ ഇത്രയും മാറ്റം വരാൻ കാരണം. എന്നിലെ ദേഷ്യം ഇപ്പം അല്പം പോലും എനിക്ക് ദേഷ്യമോ, എന്റെ ഭർത്താവിനെ കാണുമ്പോൾ പുള്ളിയെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. ഇപ്പൊ ആളോട് അങ്ങനെ ഒരു ദേഷ്യമൊന്നും, എന്റെ മനസ്സ് ഇപ്പൊ മൊത്തത്തിൽ എന്താ പറയാ, ആ ഒരു ശാന്തമായ ഒരു സമുദ്രം പോലെയാണ്. ഒരു ദേഷ്യമോ പിണക്കോ ഒന്നും എനിക്കിപ്പോ പുള്ളിയോട് തോന്നുന്നില്ല. ഞാനിപ്പോ എങ്ങനെ സാറിനോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല സാർ. വളരെ വളരെ നന്ദിയുണ്ട്. എനിക്കിങ്ങനെ ഒരു ക്ലാസ്സിൽ കയറാൻ എന്നെ സഹായിച്ച ബിജു, നീത, ഇവർക്ക് എല്ലാവർക്കും എന്റെ ഭാഗത്ത് നന്ദി പറയണം, ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിന്. ഓക്കെ, വളരെ സന്തോഷം. നിങ്ങൾ ട്രിവാൻഡ്രാണോ? കേൾക്കുന്നില്ല. തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഓക്കെ. ശരി, വളരെ സന്തോഷം. നിങ്ങൾ മണി മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ശരി. അപ്പൊ ഏതായാലും ഒത്തിരി ആളുകൾക്ക് പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് EFTയുടെ ഓൺലൈൻ കോഴ്സ് അടുത്ത മാസം 2-ാം തീയതി വരുന്നുണ്ട്. ജൂൺ 2-ാം തീയതി വരുന്നുണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും ഇതിന് സമാനമായ അതേ അനുഭവം അതിലുണ്ടാവും, ഒരു സംശയമില്ല. ശരി, നെക്സ്റ്റ് ആരാണ് സംസാരിക്കുന്നത്? ഇതൊരു അവസരമായിട്ട് കാണില്ല. നെക്സ്റ്റ് ആരാണ് സംസാരിക്കുന്നത്? സാറേ, പറയൂ. ഞാൻ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വരാനുണ്ടായിരുന്ന സാഹചര്യം തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു. കാരണം വെച്ചാൽ സാമ്പത്തികം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സാറിന്റെ ഒന്ന് വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? ആ, പറ്റുമെങ്കിൽ ചെയ്തായി സംസാരിക്കുന്നത്. പറ്റുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവണ്ട. ഇപ്പൊ കാണാമോ സാറേ? ഇപ്പൊ വളരെ വ്യക്തമായി സുന്ദര കുട്ടപ്പനായി കാണാം. പറയൂ. താങ്ക് യു സാർ, താങ്ക് യു. അപ്പൊ എന്റെ അഡ്മിന് എന്നെ എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും, സാറ് EFTക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വരണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. സാറേ, ഒട്ടും വിഷമിക്കണ്ട, സാറ് വരും, സാമ്പത്തികമൊക്കെ ശരിയാകും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാമ്പത്തികം ശരിയായി. അപ്പൊ തന്നെ എന്റെ ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. അവര് 2 ദിവസം മുമ്പ് പാലക്കാട് ഒരു പ്രോഗ്രാമിന് പോയതായിരുന്നു. അതിനുശേഷം വന്നേച്ച് പെട്ടെന്ന് തന്നെ രാവിലെ അവിടുന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഈ റൂട്ടിൽ കൂടെ അധികം ബസ്സില്ല ഈ ഞായറാഴ്ച ദിവസം. അപ്പൊ അത് ചെന്ന് ഇറങ്ങി നിന്ന് ഉടനെ എറണാകുളത്തിന് ബസ് വന്നു. ഞങ്ങൾ അകത്തെ കയറി. ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് 9:15 ഞങ്ങൾ അവിടെ വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 9:15 എത്തി. ഭക്ഷണം കഴിച്ചതിന് ശേഷം സാറ് പ്രോഗ്രാം തുടങ്ങിയപ്പോഴേ അവിടെ കയറാൻ സാധിച്ചു. എല്ലാത്തിനും സാറ് പറയുന്ന പോലെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നിറവേറ്റാനായിട്ട് EFTയിലൂടെ കഴിയും എന്നുള്ളതിന്റെ കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തന്നെ ഞാൻ സാധാരണ പ്രോഗ്രാമിലൊക്കെ പോയിരിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഉറങ്ങുന്നതാണ്. പക്ഷെ ഇന്നലെ ഉറക്കമൊന്നും വന്നില്ല. നല്ല ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഇത് പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ 100%. അതുപോലെ തന്നെ ഞാൻ സാറിനോട് നേരിട്ട് കണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ റിപ്ലൈ ചെയ്തിട്ടില്ല. അതിനും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സാർ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. വളരെ വളരെ സന്തോഷം. ഇന്നലെ നമ്മൾ നിറഞ്ഞ സദസ്സായിരുന്നു. എറണാകുളത്ത് നമ്മുടെ ഹോട്ടലിൽ എന്താ പറയുക, ഓൾമോസ്റ്റ് ഫില്ലായ ഒരു അവസ്ഥയായിരുന്നു. ഇത്രയും ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നത് അവരുടെ മാറ്റം തന്നെയാണ്, മറ്റൊന്നുമല്ല, ലൈഫിലെ മാറ്റം തന്നെയാണ്. ശരി, അടുത്ത ആരാണ് സംസാരിക്കുന്നത്? സംസാരിച്ചോളൂ. ഇനി കുറച്ചാളോട് സംസാരിക്കാം, ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ എറണാകുളത്ത് വന്ന് സംസാരിച്ചോളൂ. ഇന്നലെ ഞാൻ പങ്കെടുക്കേണ്ടതായിരുന്നു. ഞാനിപ്പോ തലശ്ശേരിയിലാണ് വീട്. അപ്പോ ട്രെയിനിന് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ബദറുദ്ദീൻ സാറ് പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം. ജൂൺ 1 ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് അതിന് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ പങ്കെടുത്തവരെ അനുഭവങ്ങൾ കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമം തോന്നുന്നു, സങ്കടം തോന്നുന്നു പങ്കെടുക്കാൻ പറ്റാത്തത്. അത് നോക്കണ്ട, ഓൺലൈനിൽ പങ്കെടുക്കും കേട്ടോ. പോയതിന് നീ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വരാനുള്ളത് നോക്കുക. ഓക്കെ, ഇനി കോഴിക്കോട് വരുമ്പോ പങ്കെടുക്കാൻ പറ്റില്ല സാറേ? തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഇതിന്റെ ബേസ് ഇതിൽ പങ്കെടുത്തു, ഓൺലൈൻ പങ്കെടുക്കും. അഡ്വാൻസ് നിങ്ങൾക്ക് കോഴിക്കോട് എറണാകുളത്തൊക്കെ ഉണ്ടാവും, അതിൽ പങ്കെടുക്കാം കേട്ടോ.
താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ലൈല ഇന്നലെ ഫാമിലി സഹിത വന്നത്, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റുമോ ലൈല? ആ സാറേ ഉം. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, വളരെ വ്യക്തമായി കേൾക്കാം. സാറേ ഞാൻ സംസാരിക്കാൻ കടയിൽ ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ 3 മണി തൊട്ട് ഉണർന്നിരിക്കുവാ പോരെ ഒരുങ്ങാൻ വേണ്ടി. അങ്ങനെ അവിടെ വന്ന് ഉറക്കക്ഷീണവും തന്നല്ല അഴിക്കുന്ന മോളൊക്കെ കാറിലായതുകൊണ്ട് അവര് കാപ്പി കുടിച്ച്, ഞാനും അനിയത്തിയും മറ്റേ മോളും ഒന്നും കഴിക്കാതെ വന്നത്. പക്ഷെ അവിടെ വന്നപ്പോ ഇവര് വഴി തെറ്റി ആലുവായിലൊക്കെ പോയത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ പിന്നെ മിക്കത്തിറങ്ങിയില്ല. അതിൻ്റെതായ ചെറിയ ക്ഷീണങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാല് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നും ഞാൻ വെളുപ്പിനെ നാളത്തേക്ക് ഞാൻ എണ്ണിക്കുന്ന ആളാ. പക്ഷെ ഇപ്പൊ കടയിൽ നിന്നൊക്കെ ചെന്ന് ക്ഷീണം കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യം പറയണം. ക്ഷീണം കൊണ്ട് ഞാനങ്ങ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പോകും, ചിലപ്പോ താമസിച്ചു. പക്ഷെ ഇന്നലെ ഞാൻ അവിടെ വന്നതിന് ശേഷം അൽഹംദുലില്ലാ ഞാൻ ഇന്ന് 4:30 ഉണർന്നൊക്കെ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എനിക്കൊരു വേദനയും ഇല്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാറി വരുന്നെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ കൊച്ചുനാൾ തൊട്ടേ പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് കഴിച്ച അതിൽ കൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടായി. ഇന്നലെ അത് പങ്കെടുത്തത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് യാതൊരു ക്ഷീണമോ വേദനയോ മറ്റൊന്നുമില്ല. ഇതുവരെയും പാട്ടൊന്നും വേണ്ട. ഇതുവരെയും പിന്നെ ഒരു പ്രശ്നവും ഇല്ല. അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മോളും മരുമോനും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞതിൽ ഒരു കൊച്ചിനെ അധികം കൊണ്ടുവരേണ്ടി വന്നതിന് ക്ഷമിക്കണം. കാരണം കുഞ്ഞിനെ നിർത്തിയിട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. ഒരു നാള് വേറെ അത്യാവശ്യം. അതുകൊണ്ട് ഏറ്റവും ഇളയ മോളെ കൂടെ കൊണ്ടുവരാൻ. നിങ്ങളുടെ സഹോദരിമാരൊക്കെ എന്ത് പറയുന്നു? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല കുറെ ആൾക്കാർ, അവരൊക്കെ എന്ത് പറയുന്നു? ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആഡ് ചെയ്ത് തരാൻ നിന്നെ, നീ രാവിലെ എണീറ്റ് ഇതൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. മറ്റേ മരുമോളോട് പറഞ്ഞു കൊടുക്കുക, അതിന് ഇതിനകത്ത് ആഡ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ വരണമെന്ന് അറിയപ്പോ ഇയാൾക്കൊരു വിഷമം. അന്നേരം അതാ പിന്നെ ലാസ്റ്റ് അവളെയും കൂടെ ഇതിൽ പങ്കെടുപ്പിച്ച് ഭയങ്കര സന്തോഷമായി. അവർക്ക് വേദനയൊക്കെ മാറി എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് തൈറോയിഡിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അൽഹംദുലില്ലാ എന്നാൽ ഇതൊന്നും എനിക്കില്ല. എനിക്ക് പെടലി വേദനയായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. അതിനാള് തെറാപ്പി ചെയ്ത് ഒരുപാട് മാറി. ഇന്നലത്തെ കൂടെ ആയപ്പോ തീർത്തും മാറി. എന്റെ ഞരമ്പിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഇടത്തുവശത്തെ ഞരമ്പ് അതിന് മരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാതെ ഒരു രോഗവും എനിക്കില്ല. പിന്നെ കല്ലിന്റെ പ്രശ്നമുണ്ട്. ചില രാത്രികളിൽ മരുന്ന് കഴിക്കേണ്ടതാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിച്ചാൽ മതി. അത് രാത്രിയിൽ എണ്ണീറ്റാൽ ചിലപ്പോൾ ഒന്നും ഉറങ്ങിത്തില്ല. പിന്നെ എനിക്ക് ഉറക്കമില്ല. ഒന്നും ഇന്നലെ അൽഹംദുലില്ലാ ഇന്നലെ ഒന്നും ഉണ്ടായില്ല. എല്ലാം ഞാൻ അത് പറഞ്ഞാണ് അവിടെ തെറാപ്പി ചെയ്തത്. സാറ് പറഞ്ഞു തന്നപ്പോ എന്റെ ശരീരത്തിൽ മൊത്തം പ്രശ്നങ്ങളും പോയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല ഇനി വരാതിരിക്കട്ടെ എന്നല്ല. പിന്നെ എനിക്കത് ഒത്തിരി എന്താ പറയണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ വന്നിട്ട് ക്ഷീണം കൊണ്ടൊക്കെ ഉണ്ട്. പിന്നെ ചില ബുദ്ധിമുട്ട് എഴുതുന്നതിലൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് അതൊക്കെ അയച്ചു തരണം സാറ്. രാവിലെ എണീക്കുന്ന വഴിയെ പറയേണ്ട കാര്യങ്ങളൊക്കെ സാറൊന്ന് അയച്ചു തരണം. അതുകൊണ്ടാ പറയാത്ത പറയണം. വളരെ സന്തോഷായില്ലേ? മൊത്തത്തിൽ വളരെ ഹാപ്പി ആയില്ലേ? ഹാപ്പി അൽഹംദുലില്ലാ സന്തോഷം. എല്ലാവർക്കും ആരോഗ്യ ഐശ്വര്യം തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാക്കിയുള്ളവർ പറയട്ടെ സാറേ. എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. എന്താ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ട്. സത്യം എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. ശരി, അബ്ബാസ് സാർ അങ്ങനെ കാണുന്നുണ്ട്. ഓണാക്കി സംസാരിച്ചു അബ്ബാസ് സാറെ. മൈക്ക് ഓണാക്കി സംസാരിക്കും. സാർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സാർ ഞാൻ ഇന്നലെ പെട്ടെന്നായിരുന്നു പരിപാടി വന്നു. പക്ഷെ അതുപോലെ തന്നെ ഭാര്യനെ ഞാൻ കൂട്ടിയിട്ടായിരുന്നു. സാറിന് വൈഫിന് ഒരു ഭാഗത്ത് 7-8 മണിക്കൂറൊക്കെ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നലെ പുള്ളിക്കാരി ഇരുന്നു. അവിടെ നിന്ന് വരുമ്പോഴും അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ വന്നത് കാറിലാണ്. യാത്ര ചെയ്യുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നലെ അവിടെ വന്ന് അത്രയും സമയം, അതായത് 7-8 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച് അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ, ഒരു അത്ഭുതം പോലെയാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണെന്നുള്ളതാണ് പുള്ളിക്കാരി ഇന്നലെ എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലെ പങ്കെടുത്ത എനിക്കും തന്നെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ 7-8 മണിക്കൂറൊക്കെ ഒരുമിച്ചിരിക്കുക പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് പോകുന്നത് കൊണ്ട്. പക്ഷെ ഇന്നലെ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ആക്ച്വലി ഒരു അരമണിക്കൂർ നമ്മൾ അവിടെ ചെലവഴിച്ച പോലെയാണ് മൊത്തത്തിൽ എനിക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞത്. അത് വലിയൊരു സംഭവം തന്നെയാണ് സാർ. അതിനോടൊപ്പം തന്നെ ഒരു ടയർഡോ മറ്റുള്ള ഒന്നും നമ്മളെ ബാധിക്കാത്ത പോലെ തന്നെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും അത് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു സാർ.
ഓക്കെ ഓക്കെ ഓക്കെ, വളരെ വളരെ സന്തോഷം. ഇത് എല്ലാവർക്കും പ്രചോദനമാവട്ടെ എന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആളുകൾ പറയിപ്പിക്കുന്നത്. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒത്തിരി ആൾക്കാരുണ്ടാവും എങ്കിലും ഇനി ആരും സംസാരിക്കാനുണ്ടോ? മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം. സംസാരിക്കാവുന്ന ആളുകൾ ഓക്കെ, മൈക്ക് ഓൺ ആക്കൂ സാർ, മൈക്ക് ഓൺ ആക്കൂ. മൈക്ക് ഓഫായി ഓണായി കളിക്കുന്നു അഷ്റഫ് സാർ. വീഡിയോയിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ നന്നാവും, ആളുകൾ കാണാം. ഏതായാലും ഒത്തിരി പ്രതീക്ഷയാണ് എല്ലാവർക്കും. ഇതെല്ലാവരും സാർ ഞാൻ ഒന്നും പറയാതെ പോരുന്നത് 5:20 ഞങ്ങൾ ട്രെയിനായിരുന്നു. ഓടി വന്നിട്ട് ട്രെയിൻ അപ്പൊ കിടപ്പുണ്ട്, ഓടി വന്ന് ടിക്കറ്റ് എടുത്തും കയറി. അതുകൊണ്ട് ഒന്നും തോന്നല്ലേ സാറേ, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ട്, ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ട്. തന്നെയല്ല ചുറ്റും ഇച്ചിരിയൊക്കെ ഇതുണ്ടാ, അതുകൊണ്ടൊക്കെ പിന്നെ ഇങ്ങ് ഓടി പോരുന്നതാണ്. കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ ഇത് റിസ്ക് എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ മാറാൻ സമയമായത് കൊണ്ടാണ്. ഒത്തിരി ആളുകൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടും ആളുകൾ ഇതിൽ പങ്കെടുക്കാതെ നിൽക്കുന്നുണ്ടല്ലോ ഒത്തിരി ആളുകൾ. അപ്പൊ സാർ അത് കേട്ടാലും മൈൻഡ് ചെയ്യാത്തവരും ഉണ്ട്. അത് ഞാൻ പറയുന്നത് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം, സന്തോഷവും ആരോഗ്യമായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരോടും പറയുന്നു. അതുകൊണ്ടാണ് എന്റെ മോളോടൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ എന്റെ മോളൊക്കെ വന്നത്. 2 പെൺമക്കൾ വന്ന്, പിന്നെ ഒരു മോടെ 2 അതിയെപ്പറ്റി ഒരു കുഞ്ഞേ ഉള്ളായിരുന്നു. 3 മക്കളും വന്ന്, മറ്റേ മോടെ ഒരു മോൻ വന്ന്. അപ്പൊ അവനോട് സാറിനോട് സംസാരിക്കണമെന്ന്, പക്ഷെ അയാള് പള്ളിയിൽ പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് സാർ പിന്നെ അങ്ങ് കയറി. ഞാൻ വിളിച്ചപ്പോ പള്ളിയിൽ പോയി, പള്ളി തിരക്കി നടന്ന് കണ്ടില്ല, പിന്നെ തിരിച്ചു പോരുന്ന ആള്. അങ്ങനെ ഒരുപാട് സന്തോഷം സാർ. ഓക്കെ, വളരെ സന്തോഷം. നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷം. കാരണം ഒത്തിരി ഒരാൾ മാറിക്കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ മാറും. അതാ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ശരി, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഓക്കെ, ഇനി അടുത്ത പ്രോഗ്രാം ഈ വരുന്ന 2-ാം തീയതി തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ സെഷൻസ് വ്യാഴാഴ്ച അതിന്റെ ലൈവ് സെഷൻസും സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും നിങ്ങൾക്ക് നിലവിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഇഷ്യൂസിനും പരിഹാരമാണിത്. അതാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കാലുവേദന, അതുപോലെ പുറം വേദന, വയറുവേദന, എന്ന് വേണ്ട സ്കാനിങ് എടുത്തു, എക്സ്റേ എടുത്തു, ഒന്നും കാണുന്നില്ല. അത് സൈക്കോസൊമാറ്റിക് ഡിസീസ് ആവും. അതിന് ഇതാണ് ചികിത്സ, ക്ലിയർ ചികിത്സ ഇതാണ്. മനസ്സിലായില്ലേ? അതുപോലെ ടെൻഷന്, ഇങ്ങനെയുള്ളതൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് അതിൻ്റെതായ പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ പ്രൗഢമായി സജ്ജീകരിച്ച് സംഗതികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന ജൂൺ 2-ാം തീയതി വരുന്ന പ്രോഗ്രാമിൽ, അതിന്റെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാം അതിൽ പങ്കെടുക്കുക. ഇന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. മടിച്ചിരിക്കരുത്. നാളെ വേണോ അടുത്ത ദിവസം വേണോ എന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മളിത് വേണ്ടിയിട്ടല്ല. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ അടുത്തുണ്ടാവുമ്പോൾ അത് ആളുകളെ അറിയിക്കണം. അറിയിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആരാ സംസാരിക്കാനുള്ളത്? ആരായിരുന്നു? കുറെ ആളുകൾ മൈക്ക് ഓൺ ആക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എനിവൺ, ആരെങ്കിലും ഉണ്ടോ? മൈക്ക് ഓണാക്കി സംസാരിക്കണം. ഹലോ, പറയൂ. മുംതാസ്, സംസാരിച്ചോളൂ. മൈക്ക് ഓൺ ആക്കും, മൈക്ക് ഓഫ് ആണ്, അതാ കേൾക്കാത്തത്. ഹലോ, പറയൂ. ഇന്നലെ വന്നിരുന്നോ? കോഴിക്കോട് വന്നിരുന്നോ? അല്ല എറണാകുളത്ത് വന്നിരുന്നോ? ഇല്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ വിളിച്ചത്. എനിക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറിനോട്. അതുകൊണ്ട് പങ്കെടുത്തില്ല. അപ്പൊ എനിക്ക് ഇന്നലെ കല്യാണത്തിന് പോയപ്പോഴും ഭയങ്കര ഇല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി. അതായത് എല്ലാരും ഭയങ്കര, സാധാരണ ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കലാണ്. ഇന്നലെയും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ എല്ലാവരും വന്ന് ഒരുപാട് സംസാരിക്കണം, ചിരിക്കണം. ചില സദസ്സുകളിൽ ചെല്ലുമ്പോൾ ടോക്സിക് ആയിട്ട് പെരുമാറുന്ന ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി തന്നെ. അവരെന്തെങ്കിലും പറഞ്ഞപ്പോഴും മനസ്സ് വിഷമിപ്പിക്കുമായിരുന്നു. ഞാൻ കഴിയുന്നത് അവരുടെ മുമ്പിൽ പെടാതെ നോക്കല. അവരടക്കം ഇന്നലെ കൈ തന്ന് ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നണം.
എന്താ എല്ലാരും അങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണേന്ന് ഓർത്തിട്ട്. അപ്പൊ അതിന്റെ സയൻസ് എന്താന്ന് എനിക്കൊന്നും അറിയാം അതായത് ആഗ്രഹം. നിങ്ങൾ സോറി മണി മൈൻഡ് സെറ്റിലല്ലേ പങ്കെടുത്തുള്ളൂ? അതില് പങ്കെടുത്തോളൂ. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രകാശങ്ങൾ കയറി, ഒരുപാട് എൻലൈറ്റ്മെന്റിലോട്ട് പോയി. ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ, അനുഭവിക്കാത്ത കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വന്നു. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, പുറത്തു ഒരാൾക്കും ഒരു കുറ്റമില്ല. കുറ്റം മുഴുവൻ ആർക്ക് മാത്രമാണ്? നമുക്ക് മാത്രമാണ്. നമ്മൾ മാറി, ചുറ്റുള്ളവർ മാറി. ഒറ്റ വാക്കിൽ അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പറ്റുമെങ്കിൽ ഈ EFTയുടെ ഓൺലൈൻ പ്രോഗ്രാം വരുന്നുണ്ട് ജൂൺ 2-ാം തീയതി. അതിൽ പങ്കെടുക്കുക. കാരണം ഇനി EFTയുടെ ബേസിക് വരണമെങ്കിൽ 2-3 മാസം കഴിയും. അപ്പൊ അതുകൊണ്ട് അടുത്ത ട്രഷറിന്റെ കൂടെ മാത്രമേ ഇനി EFT നടത്താൻ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ്. EFTയുടെ ബേസിക് നമ്മുടെ ട്രഷർ കോഴ്സാണ് നമ്മുടെ മെയിൻ കോഴ്സ്. അതിന്റെ കൂടെയാണ് ഈ EFTയും അതിന്റെ ബേസിക്കും അഡ്വാൻസും ഒക്കെ നടക്കുക. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ കോഴ്സും അതുപോലെ തന്നെ ഇനി വരാൻ വൈകും. ഈ മാസം വരുന്ന കോഴ്സിൽ തന്നെ പങ്കെടുക്കുക കേട്ടോ. ശരി, വളരെ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ മറ്റോ ചോദിക്കാനുണ്ട് ചോദിക്കാം. എനി ഡൗട്ട്സ്? ഒരുപാട് ആളുകൾ നല്ല കോരിച്ചൊരിയുന്ന മഴയായിട്ടും നമ്മുടെ ഇതിൽ തങ്ങിയിരിക്കുന്നുണ്ട്. സംസാരിക്കണേ സംസാരിച്ചു. ഇനി വേണം. സാറേ നമസ്കാരം. നമസ്കാരം, പറയൂ. സാറേ ഇതിന്റെ ബാക്കി സാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയച്ച് എപ്പോഴാ സാറേ? അതെല്ലാം നിങ്ങൾക്ക് എല്ലാ സംഗതി ഇന്നു മുതൽ ചെയ്തു തുടങ്ങും. നാളെ മുതൽ നിങ്ങൾക്ക് അറിയും. ഡോണ്ട് വറി, ആ വിഷയത്തിലേക്ക് ടെൻഷനാവണ്ട കേട്ടോ. ഓക്കെ സാറേ, ഓക്കെ സാറേ. താങ്ക് യു. വളരെ സന്തോഷം. അപ്പൊ ഏതായാലും നമ്മുടെ EFT അല്ലാതെ വേറെ ഏതാ? നമ്മള് ട്രഷർ അല്ലേ? ട്രഷർ ചെയ്യുമ്പോ പറഞ്ഞോട്ടെ? പറയൂ. ട്രഷർ ചെയ്യാണോ EFT ആണോ ചെയ്യേണ്ടത്? 6 മാസം കഴിഞ്ഞപ്പോ അതുണ്ടെന്ന് പറഞ്ഞൂല്ലോ. അപ്പൊ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രഷർ ചെയ്തോളൂ. ട്രഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലെല്ലാം ഉണ്ട്. EFT ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പം ഇതിൽ പങ്കെടുത്തോളൂ. EFT ഇപ്പൊ തന്നെ പങ്കെടുത്തോളൂ വേണമെങ്കിൽ. എന്നാ പിന്നെ ട്രഷറിലോട്ടും വരാലോ. ട്രഷറിന് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. അതൊന്ന് സാറോട് സംസാരിച്ചു. എന്നാ നിങ്ങൾക്ക് ലാഭം ചെയ്തോ. ട്രഷർ നടന്നുകൊണ്ടിരിക്കല്ലേ? ട്രഷറിൽ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റുമോ? പുതിയ ബാച്ച് അടുത്ത 2 മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാല്ലേ? ഒന്ന് സംസാരിച്ചോളൂ കേട്ടോ. മണി മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സെഷൻസുകൾ? നല്ല സെഷൻ, വളരെ നല്ല സെഷൻ, ഉപകാരപ്രദമായ സെഷൻ സാർ. താങ്ക് യു വെരി മച്ച്. വളരെ വളരെ സന്തോഷം. അപ്പൊ ഏതായാലും സാറേ എനിക്കൊരു കാര്യം പറയണ്ടേ? ഞാൻ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ പേര് ഷാജിദ എന്നാണ്. തൃശ്ശൂരാണ് വീട് വരുന്നത്. അപ്പോ അതിൽ പങ്കെടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മോനൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് ആലുവയിൽ വെച്ചിട്ട് ബൈക്ക് പോയിട്ട് കാറിന് പോയി ഇടിച്ചിട്ട് അവൻ തെറിച്ച് ലോറിയുടെ അടിയിലേക്ക് പോയി. പക്ഷെ ലോറിയുടെ അടിയിലേക്ക് പോയാലും കൂടിയിട്ട് അവന്റെ കൈയിന്റെ ചെറിയൊരു ഭാഗത്ത് ലോറിയുടെ ടയർ ചെറിയൊരു ഭാഗത്ത് കയറിയിട്ടുള്ളൂ. വേറെ ഒരു കുഴപ്പമുണ്ടായില്ല. തലയ്ക്കായാലും വേറൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ അത് കേട്ട സമയത്ത് എനിക്ക് ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ ഈ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തതിന് ശേഷം വന്നിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് ഇങ്ങനെ കയ്യ് നല്ല വലിയൊരു മുറിവായി. പക്ഷെ ഡോക്ടർ പറയണത് എന്താണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ കുരുത്തുള്ളത് കൊണ്ടാണ്. കാരണം എന്താ വെച്ചാല് ഇത്ര വലിയൊരു അപകടം നടന്നിട്ട് ഒരു ലോറിയുടെ ടയർ കയറിയിട്ട് പോലും അവന്റെ കൈയിന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ ഒരു മുറിവ്. അപ്പോ അത് വലിയൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് എന്റെ കയ്യിൽ ആ സമയത്ത് 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഇല്ലാണ്ട് പോകുമ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 1 രൂപ പോലും ഡോക്ടർ ഞങ്ങളെ കയ്യിൽ നിന്ന് മേടിച്ചില്ല എന്നുള്ളത്. അപ്പൊ ആലുവ ഹോസ്പിറ്റലിൽ നിന്ന് ജൂബിലിയിലേക്കാണ് പറഞ്ഞയച്ചത്. പക്ഷെ അവിടെ അങ്കമാലിയിലത്തെ ഒരു ഡോക്ടർ, അവന് പരിചയമുള്ള ഡോക്ടറാണ്. എന്നിരുന്നാൽ കൂടി ഇത്ര വലിയൊരു ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളിപ്പോ ജൂബിലിയിലേക്ക് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ചെലവാക്കാനുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ
ഒരു രൂപ പോലും ഞങ്ങൾ കയ്യിൽ നിന്ന് ഡോക്ടർ മേടിക്കാതെ ജസ്റ്റ് ഒരു 800 രൂപയുടെ ഒരു മരുന്ന് മാത്രമേ ഞങ്ങൾക്ക് അവിടെ അന്ന് പൈസ ചെലവായു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത സമയത്ത് എന്റെ മനസ്സിന് വന്നിട്ടുള്ള ഒരു എന്താ പറയാ നമുക്കൊരു വിഷമമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അത് മാത്രമല്ല സാമ്പത്തികമായിട്ടായാലും നമുക്ക് വളരെ ഹെൽപ്പ് അവിടുന്ന് ഉണ്ടായി. ഇത് പറയണമെന്ന് കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തിട്ട് അത് വർക്ക് പോലും എനിക്ക് അധികം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. ബദർദീൻ സാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഞാൻ അതൊന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇനി ഞാനത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് എന്റെ മനസ്സിന് ഇത്ര ഒരു ഉറപ്പ് തന്നതിന്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇത്ര വലിയൊരു ആക്സിഡന്റ് നടന്നിട്ട് പോലും എന്റെ മോനെ വേറെ ഒരു പ്രശ്നം ഇല്ലാണ്ട്, മുറിവുണ്ട് പക്ഷെ അതൊന്നും നോക്കുമ്പോ അത് ഒരു കാര്യമല്ല. കാരണം വെച്ചാല് അത്ര വലിയൊരു അപകടം നടന്നിട്ട് ചെറിയൊരു മുറിവ്, ഒരു 6 സ്റ്റിച്ച് പുറത്തും ഉള്ളിൽ സ്റ്റിച്ചുകളുണ്ട്, പക്ഷെ ഇപ്പൊ സുഖമായിട്ട് വരുന്നു അൽഹംദുലില്ലാ. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് സാർ. വളരെ വളരെ സന്തോഷം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് തന്നെയാണ് നേരെ നിൽക്കേണ്ടത്. ഇത് മഹാഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല. അവനവന്റെ മനസ്സ് ഇങ്ങനെ കടന്നിട്ട് ഉയലാണ്, എന്നിട്ട് പുറത്ത് ഇന്നലെ വന്ന ഒരാൾ സംസാരിക്കും. സംസാരിക്കാൻ പറ്റുമോ ഇത് കഴിഞ്ഞാല്? സംസാരിക്കാം. ഒരു വിഷയം സംസാരിക്കാനായി സാറേ. ഓക്കെ. ഏതായാലും ഏത് നമ്പർ സാറിനെ കിട്ടും? ഏത് നമ്പർ വിളിച്ചാൽ നിങ്ങൾ ഒന്ന് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി, സംസാരിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട്. നിങ്ങൾ ബദർ ആരാണ് നിങ്ങളുടെ പിന്നെ മെന്റർ? മോള സാറേ ഇന്നലെ വന്ന്. ഒന്ന് നിങ്ങളുള്ള ഗ്രൂപ്പിൽ പിന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുള്ള ഗ്രൂപ്പിലെ അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി. കേൾക്കുന്നില്ല, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്ന് തോന്നുന്നു. ഏതായാലും വളരെ 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 സന്തോഷം. ഇത് ലോകത്തെല്ലാവർക്കും ലഭിക്കട്ടെ. ഹാപ്പി പാർക്കിന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല ഇപ്പൊ ഇത്. അനുഭവിച്ച നിങ്ങൾക്കൊക്കെ ഇതിന്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇത് ലഭിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കും ഉണ്ടാവണം. ഈ മെസ്സേജ് കേട്ട മുഴുവൻ ആളുകൾക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ അവർ ജീവിക്കുന്നു, പക്ഷെ മരിച്ചിട്ടാ ജീവിക്കുന്നത്. ചത്ത മനസ്സുമായിട്ടാണ് അധികം ആൾക്കാരും ജീവിക്കുന്നത്. ജീവിതത്തിൽ സുഖം എന്താണെന്ന് അവർക്കറിയില്ല, ജീവിതത്തിൽ സന്തോഷം എന്താണ് എന്ന് അവർക്കറിയില്ല, ജീവിതത്തിൽ എന്താ പറയാ ഏതെങ്കിലും ഒരു പോസിറ്റിവിറ്റിയെ കുറിച്ച് അവർക്ക് അറിയില്ല. എങ്ങാനും ഒരു പോസിറ്റിവിറ്റി വന്നാൽ പിന്നെ കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റിയിൽ മൂടിക്കിടക്കുന്ന ശരീരവും മനസ്സും എല്ലാം അന്ധകാരത്തിൽ നിൽക്കുന്ന ഒരു വലിയൊരു ഒരു ജനക്കൂട്ടം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ പ്രകാശം ചൊരിയുവാൻ ഞാൻ പറഞ്ഞു, എപ്പോഴും ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമാവില്ല. അതിനാണ് ഈ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഇപ്പൊ ഈ ട്രഷറിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ ഇതിൽ. ട്രഷറിലൊക്കെ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ട്രഷറിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടോ? ഒത്തിരി ആൾക്കാരുണ്ട്. അതിന്റെയൊക്കെ കണ്ടന്റും അതിന്റെയൊക്കെ കാര്യങ്ങളും അതൊക്കെ ഹൈലി നമ്മൾ സാധാരണയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളല്ലേ അതിൽ പഠിക്കുന്നത്. അതെ സാറേ 100%. നമുക്ക് എന്താ പറയാ, നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ ഇപ്പൊ കുറഞ്ഞ നാൾ കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പോ ഞാൻ പറയുന്നത് എന്താ ചോദിക്കാൻ, അറിവും തിരിച്ചറിവും മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ബ്ലോക്കുകളെ മാറ്റുവാൻ സാധ്യമാവുന്ന രൂപത്തിലാണ് ഈ വർക്ക്ഷോപ്പിലൂടെ കാര്യങ്ങൾ പോവുക. തികച്ചും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മുമ്പിൽ പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആ രൂപത്തിൽ കോഴ്സാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ തന്നെ ഈ EFT ഒക്കെ തന്നെ നമ്മൾ അതിനൊന്നും നിങ്ങൾ മുടക്കുന്ന ഫീയോ മറ്റൊന്നും അല്ല അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 10 വർഷം, എത്ര വർഷമായി നാ മുട്ടുവേദന? എത്ര വർഷം എന്നാ പറഞ്ഞു? 10, 20, 15? എനിക്കൊരു 10 വർഷമൊക്കെ കഴിഞ്ഞു സാറേ. 10 വർഷം നീണ്ടു നിന്ന ഒരു മുട്ടുവേദന എന്ന് പറഞ്ഞാൽ അതിന് മെഡിസിൻ വാങ്ങിയ പൈസ പോട്ടെ, അതിനനുഭവിച്ച മാനസിക ടെൻഷൻ
അതിനൊരു വില ആ കൽപ്പിക്കുകയാണെങ്കിൽ സാറേ ലക്ഷങ്ങൾ എനിക്ക് വരെയും യാത്ര ചെയ്യാൻ തീരെ പറ്റില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു. യാത്ര മുട്ടുമടക്കി ഇരിക്കാൻ പറ്റില്ല. അപ്പോ അതിന്റെ മാനസിക വിഷമത്തിന് എത്ര ലക്ഷങ്ങൾ മുടക്കണം? ഓ അത്രയും മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കായിരുന്നു ആ ഒരു പ്രശ്നം കാരണം. അതാണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത് കംപ്ലീറ്റ്ലി മാറിക്കിട്ടും. അതാണ് അതിന്റെ ഒരു ഗുണം. അതായത് അത് 100% ഉറപ്പാ. ആ ഒരു സംശയവുമില്ല. 100%, 101% ഉറപ്പ് എനിക്ക് മാറുന്നു. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ കോഴിക്കോട് പങ്കെടുത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഇതിൽ. കോഴിക്കോട് ശരീരം മുഴുവൻ വേദന എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ എപ്പോഴും വളരെ ഹാപ്പി ആയി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും കോഴിക്കോടുള്ള ആൾക്കാർ ആരെങ്കിലും ഇത് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കോഴിക്കോട് വന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇത്? എനിവൺ? കഴിഞ്ഞ ആഴ്ച എങ്ങനെയുണ്ട് ഷെരീഫ്? എങ്ങനെയുണ്ട് കോഴിക്കോട് വന്ന പ്രോഗ്രാമിന്റെ? സാറേ, ഞാന് എപ്പോഴും പറയും, ഞാന് ഒരാഴ്ച മുന്നേ ഉണ്ടായിരുന്ന ആളല്ല ഞാൻ ഇപ്പൊ. അന്ന് EFT യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു സംഭവം അതിന് നേരെ പിറ്റേന്ന് തന്നെ ഉണ്ടായെങ്കിലും അതിൽ നിന്ന് ഞാൻ EFT മുഖേന ഞാൻ മെന്റർമാരോടൊക്കെ വളരെ അഗാധമായി സംസാരിച്ച് അവരിൽ നിന്നൊക്കെ ഗൈഡൻസ് എടുത്തുകൊണ്ട് എൻ്റെ മനസ്സിന്റെ സമാധാനം ഞാൻ നിലനിർത്തി ഉഷാറായി വരുന്നുണ്ട്. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം, വളരെ നന്ദി. അള്ളാഹു താങ്കൾക്ക് വളരെ വലിയ നല്ല ആയുസ്സും ആരോഗ്യവും ഇത് പ്രചരിപ്പിക്കുവാനുള്ള കഴിവുമൊക്കെ നൽകട്ടെ. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരെയും ഇതിന്റെ ഒരു നല്ല പ്രചാരകരായി മാറ്റട്ടെ. അതുപോലെ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് നമ്മൾ മാത്രം പോരാ, ബാക്കിയുള്ളവരെയും ഇതിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സാറേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ തന്നെ എന്നെ പേഴ്സണലായിട്ട് വളരെ വളരെ വലിയ ആശ്വാസമാണ് എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടാത്ത ആശ്വാസമാണ് ഈ ഒരു ആഴ്ചയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, പടച്ച തമ്പുരാനെ നന്ദി. അതായത് 5, 10, 15 തവണയൊക്കെ പങ്കെടുത്ത ആൾക്കാരുണ്ട്. കണ്ടിന്യൂ ആയിട്ട് എല്ലാ പ്രോഗ്രാം വരുന്ന ആൾക്കാരുണ്ട്. ഏതായാലും അതെന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നം മാറ്റാനല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ അഡ്വാൻസ് മാസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അതിശക്തമായ പ്രകാശമായിരിക്കും നമുക്ക് ലഭിക്കുക. ഏതായാലും ഈ അവസരം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത 2-ാം തീയതി സാർ ഇപ്പൊ പറയണമെന്ന് പറഞ്ഞ മോളാ, ഞങ്ങളുടെ മോളാ. ഇപ്പോ മനസ്സിലായില്ലോ എന്താ പറഞ്ഞത്. ഏതായാലും ശരി, അടുത്ത 2-ാം തീയതി ഓൺലൈനിൽ നടക്കുന്നുണ്ട്. എത്ര ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ടൈപ്പ് ചെയ്ത് യെസ് ടൈപ്പ് ചെയ്ത് പ്ലീസ് ടാപ്പ് യെസ്. എത്ര ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ്. വെറുതെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഒരുപാട് ആൾക്കാർ യെസ് 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 യെസ്. നിങ്ങൾ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗതയം തിരുത്തി എഴുതുമല്ലോ, ഒരു സംശയമില്ല. നമുക്കതില് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. അതാ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് ആളുകൾ യെസ് 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 യെസ്. ശരി, വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ഇപ്പോൾ തന്നെ പൂർത്തിയായിക്കോളൂ. എന്നിട്ട് ലൈഫിലെ മാറ്റം അനുഭവിച്ച് സുഖിച്ച് ജീവിക്കും. എനിക്ക് പറയാനുള്ളത് അതാണ്. ഈ എസ് അടിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത്, ജീവിതം ആനന്ദിച്ച് ആഘോഷമാക്കി ജീവിക്കും. അതിന് തീർച്ചയായിട്ടും സാധ്യമാണ്. ഇത് കേവലമായ ഒരു എന്താ പറയാ, ഒരു ഇതല്ല, പൊങ്ങച്ചമുള്ള ഒരു വാചകമല്ല ഇത്. ഓക്കെ, ഒരു മാസം 1.5-2 മാസത്തിന്റെ അടുത്തുണ്ടാവും ഇതിന്റെ ഒരു ഡ്യൂറേഷൻ കേട്ടോ. 1 മാസത്തെ കോഴ്സാണ്, പക്ഷേ 2 മാസത്തോളം ഉണ്ടാവും. നിങ്ങൾ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിന് സമയം ഉണ്ടാവും. അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ സമയത്ത് ചെയ്താൽ മതി. പിന്നെ ഇത് EFT പഠിച്ചെടുത്ത് നമ്മുടെ അന്തരാത്മാവിനോട് ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടേതായി മാറും. പിന്നെ സുഖമായിട്ട് ഇത് സ്വയമായിട്ട് ചെയ്യാം കേട്ടോ. ലൈഫിൽ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തട്ടി മാറ്റാൻ പറ്റും. മനസ്സ് പ്യുവറായിട്ട് എപ്പോഴും ഒരു തരം, ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിൽ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയാറുണ്ട് ഒരു കാര്യം, ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സൊക്കെ, നമ്മളിപ്പോൾ ഈ റൂം എത്രത്തോളം AC-യിലാണോ ഇരിക്കുന്നത്, എത്ര കൂളിംഗ് ആണോ, ഇതേ കൂളിംഗ് നമ്മുടെ മനസ്സിലും ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? എസ് ഓർ നോ? അതിൽ പങ്കെടുത്ത ആൾക്കാരൊന്ന് പ്രതികരിച്ചേ. എങ്ങനെയാണോ ഈ AC കൂളായത്, അതേപോലെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഞാൻ AC ആക്കിയിട്ട് ഇവിടുന്ന് വിടൂ എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എസ് ഓർ നോ?
ഉണ്ട് സാർ. ഓക്കെ സാർ. അത് ഞാൻ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയായില്ലേ? അതെ സാർ. 100% ശരിയായി സാർ. ഇതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യന് കിട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു പുണ്യകർമ്മം എന്ന് നിങ്ങളെല്ലാവരും തിരിച്ചറിയുക. ഒന്നും കൂടി പറയുന്നു, ഈ ചുരുങ്ങിയ വാക്യം പറഞ്ഞുതരാം. വെച്ചാല് നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലേക്ക് പല ചിന്തകൾ കയറിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഒരാൾ കിട്ടാനുള്ള പൈസയും കൊടുക്കാനുള്ള പൈസയും കംപ്ലീറ്റ് നിസ്കാരത്തിൽ കയറി വന്നു. ഇപ്പൊ കറക്റ്റ് എല്ലാം അതൊക്കെ മാറി കിട്ടി. സാറ് മുമ്പ് തന്നെ ഇരുന്നില്ലേ? എന്റെ തൊട്ട് മുമ്പിലേ ഇരുന്നില്ലേ സാർ ഇരുന്നത്, ലത്തീഫ് സാർ? ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഞാന് ട്രഷറിൽ വന്നിട്ടില്ല. ഞാൻ ട്രഷറിലുള്ളത്, ഗൾഫിലുള്ളത്, ഒമാനിലുള്ളത്. ഓക്കെ. ഇന്നലെ എന്റെ തൊട്ട് മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു, എന്റെ മുമ്പിൽ തന്നെ ഇരുന്നിരുന്ന ആളെ പേരെന്താ മനസ്സിലായില്ല. ഷാജഹാൻ തോന്നുന്നു. ഷാജഹാൻ സാർ ഇതിലുണ്ടോ? ശരി, ഷാജഹാൻ സാർ എന്റെ തൊട്ടടുത്തായിരുന്നു. അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞു. അപ്പൊ ഏതായാലും ശരി, ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. പലരും ബാംഗ്ലൂർ പോകുന്നു, മൈസൂർ പോകുന്നു, ഊട്ടി പോകുന്നു. ഹലോ, അസ്സലാമലൈക്കും. ഓക്കെ. വലൈക്കും സലാം. പറയൂ. ഒന്നും പറയാനില്ല. ഞാന് സാറിന്റെ പഴയ ഒരു ആളാണ്, കൊടുവള്ളി. റുക്കിയ. ഓക്കെ. നിങ്ങള് വളരെ സന്തോഷം, ഹാപ്പി ആയിട്ട്. കണ്ടതാ. ഓക്കെ. ഇപ്പൊ ആളുകളൊക്കെ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടോ? ക്ലാസ്സൊക്കെ കേൾക്കലുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വളരെ സന്തോഷത്തോടു കൂടി, സംഘർഷങ്ങളില്ലാത്ത, മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒന്നും പേരിൽ കലഹിക്കാത്ത, അതിനൊക്കെ മുകളിലായിട്ട് പൂർണ്ണമായ മനുഷ്യത്വം വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്. യാതൊരു സംശയവുമില്ല. ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾക്ക് മാറുവാൻ സമയമായെങ്കിൽ മാത്രമേ ഇത് കേൾക്കൂ എന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ഇതിനെയൊക്കെ വീണ്ടും അവഗണിച്ചുകൊണ്ട് പഴയതുപോലെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവുന്നത് കുറേ കഷ്ടതകളും കടങ്ങളും ദുരന്തങ്ങളുമായിരിക്കും. ജീവിക്കുന്ന കാലത്ത് നമുക്ക് ഹാപ്പിയായി ജീവിച്ചൂടെ പ്രിയപ്പെട്ടവർ? ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചൂടെ? അതിന് തീർച്ചയായിട്ടും ഇത് സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതേപോലെ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഒത്തിരി ആളുകൾ അടുത്ത ബാച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം വളരെ ശക്തമായ ഒരു ആശംസയും അതുപോലെ തന്നെ ഒരു അപ്രിഷിയേഷൻ പറയാണ്. കാരണം മനസ്സ് അനുവദിക്കണം ഇതിനൊക്കെ. പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. സോ ഒരിക്കൽ കൂടി വൺസ് അഗൈൻ ഐ സേ താങ്ക്സ് ടു ഓൾ. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു. ഓക്കെ.